ആദ്യത്തെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കഴപ്പ്, മസിൽ പിടുത്തമൊക്കെ ആയിരിക്കും. അപ്പോൾ നിൽക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരെ, നടക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ. ഇത് തെറ്റാണ്. മറിച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ തെറ്റായുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ആ ആഹാരത്തിൻ്റെ അകത്തുണ്ടാകുന്ന രക്തം അശുദ്ധ രക്തമായി മാറുകയും ആ രക്തത്തിന് വെയിറ്റ് കൂടുതലാണ്. അത് യഥാർത്ഥത്തിൽ ശരീരത്തെ രക്ഷിക്കാനായിട്ട് മെയിൻ ഓർഗൻസിനൊന്നും ബാധിക്കാതിരിക്കാൻ പല ഭാഗത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ കാൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് വെരിക്കോസ് വെയിനായിട്ട് മാറുന്നത്. വെരിക്കോസ് വെയിനുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മുടെ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇവിടെ വരുന്ന പേഷ്യൻസിൽ 99% ആൾക്കാരും ഈ സർജറിയും മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഞാനാണെങ്കിൽ കൂടുതൽ റിസർച്ച് ചെയ്യുകയും ഈ ഒരു ചികിത്സാ രംഗത്തേക്ക് വരികയും ചെയ്തത്. വെള്ളം വഴിയാണ് വന്നത്. എന്നിട്ടിപ്പോൾ 7 ദിവസമായതേ ഉള്ളൂ. മുറിവ് ഏകദേശം കരിവായി. നമ്മളിവിടെ അഡ്മിറ്റ് ആകുന്ന ഒരു രോഗികളുടെ കയ്യിൽ നിന്ന് ₹1 പോലും മുൻകൂട്ടി വാങ്ങിക്കാറില്ല. രോഗം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മളാണെങ്കിൽ ക്യാഷ് വാങ്ങിക്കുന്നത്. രോഗം മാറിയില്ലെങ്കിൽ ക്യാഷ് വാങ്ങിക്കത്തില്ല. ഞാൻ ഇവിടെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ പലർക്കും സംശയമായിരുന്നു വെരിക്കോസ് വെയിൻ ആയുർവേദ, കാരണം വാൽവിന്റെ തകരാറ് കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ വാൽവിന്റെ തകരാറ് കൊണ്ട് വരുന്നത് സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആദ്യത്തെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കഴപ്പ്, മസിൽ പിടുത്തമൊക്കെ ആയിരിക്കും. പിന്നെയും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ പറയുന്ന ആഹാര രീതികളൊക്കെ പിന്തുടർന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്കളറേഷൻ വരും. ആദ്യം ബ്രൗൺ ഡിസ്കളറേഷൻ ആയിരിക്കും വരുന്നത്. പിന്നീട് അശുദ്ധ രക്തം കൂടുമ്പോൾ അത് ബ്ലാക്ക് ആയിട്ട് മാറും. പിന്നെയും അശുദ്ധ രക്തം കൂടുമ്പോഴാണ് അത് ചൊറിച്ചിൽ വരികയും ചിലപ്പോൾ തന്നെ പൊട്ടുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തന്നെ പൊട്ടുന്നത് ശരീരം സ്വയം ചെയ്യുന്നൊരു ട്രീറ്റ്മെന്റ് ആണ്. ശരീരത്തെ രക്ഷിക്കാനായിട്ട് ശരീരം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടിക്കഴിയുമ്പോൾ ആശ്വാസം വരുന്നത്. അപ്പോൾ അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് പലപ്പോഴും അത് പൊട്ടിയിട്ട് വീണ്ടും തെറ്റായുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് അത് അൾസറായി കഴിഞ്ഞാൽ പിന്നെ നല്ല ട്രീറ്റ്മെന്റിന്റെ ആവശ്യമാണ്. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് ആവശ്യമാണ്. രക്തശുദ്ധീകരിക്കുന്ന മരുന്നുകൾ, വസ്തി പോലുള്ള ട്രീറ്റ്മെന്റുകൾ, അത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് വേണ്ടിവരും. ഇവിടെ വന്നതിന് ശേഷം ഉള്ള മുറിവെല്ലാം ഉണങ്ങി മരുന്ന് കഴിച്ചതിന് ശേഷം കുറവുണ്ട്. ഇപ്പോൾ അസുഖമൊന്നുമില്ല, വേദനയൊക്കെ മാറിയില്ല. വെരിക്കോസിന്റെ ഒരു അൾസർ എന്ന കേസായിരുന്നു ഇത്. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റ് കേസായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഇത്രയും ദിവസം കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് മാറി.